Hello, hope you all are doing well. Today we are going to study atom is electrically neutral. Atom എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് നോക്കാം. നമുക്കറിയാം ആറ്റത്തിന് സബ് ആറ്റോമിക് പാർട്ടികളായി ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ? നെഗറ്റീവ്. ആൻഡ് പ്രോട്ടോൺ പോസിറ്റീവ്, വെരസ് ന്യൂട്രോൺ ഇസ് ചാർജ്ലെസ്. ന്യൂട്രോൺ ന്യൂട്രൽ ആണ്, അതിനൊരു ചാർജ് ഇല്ല. അപ്പം ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവാൻ കാരണം ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് ഉണ്ട്. എന്നിട്ടും ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവാനുള്ള കാരണം ആറ്റത്തിൽ എത്രയാണോ ഇലക്ട്രോൺസ് ഉള്ളത്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഉള്ളത്, അത്രയും തന്നെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് ഉണ്ട്. അപ്പം ഈക്വൽ ബട്ട് ഓപ്പോസിറ്റായി തുല്യ നമ്പർ ഓഫ് ഇലക്ട്രോൺസും തുല്യ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ദേ ആർ ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. സോ they are electrically neutral. Just like -1 plus 1 minus 1, that is equal to 0. So 2 electrons are there, so -2 plus 2 protons are there, plus 2, that is equal to 0. So in this way the number of electrons is equal to number of protons. So atom is electrically neutral. ആറ്റത്തിനകത്ത് എത്ര എണ്ണം ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും തന്നെ പ്രോട്ടോൺസ് ഉള്ളത് കൊണ്ട് അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ ക്യാൻസൽ ആയിപ്പോവും. അതുകൊണ്ട് ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് റൂതർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. റൂതർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് റൂതർഫോർഡ് ആറ്റത്തിന് ഒരു പുതിയൊരു മോഡൽ കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തത്. അതായത് അദ്ദേഹത്തിന് അനുമാനങ്ങളനുസരിച്ച് ആറ്റം എന്ന് പറയുന്നത് ഒരു സോളാർ സിസ്റ്റം പോലെയാണ്. ആറ്റത്തിൽ നമ്മൾ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയും. സോളാർ സിസ്റ്റത്തിൽ എന്താണുള്ളത്? സണ്ണുണ്ട്, സണ്ണിനെ കേന്ദ്രീകരിച്ചതുകൊണ്ട് കുറേ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, sun is at the center and all the planets are revolving around the sun in orbits. That way path is known as orbit. അവരുടെ സഞ്ചാരപഥത്തിന് അല്ലെങ്കിൽ ഭ്രമണപഥത്തിന്, റിവോൾവിംഗ് പാത്തിന് നമ്മൾ ഓർബിറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ലൈക്ക് എ സോളാർ സിസ്റ്റം, ആറ്റം ഇസ് ഓൾസോ ഹാവിങ് എ സെൻട്രൽ പാർട്ട് കോൾഡ് ന്യൂക്ലിയസ് ആൻഡ് ഓൾ ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ദിയർ ഷെൽസ്. അവർ റിവോൾവ് ചെയ്യുന്ന വഴിക്ക് ഷെൽസ് എന്ന് അദ്ദേഹം പേരും കൊടുത്തു. അപ്പം ഈ ഒരു കമ്പാരിസൺ ഇറ്റ് ഈസ് ഗിവൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇവിടെ നമുക്ക് കാണാം സൺ ഇസ് അറ്റ് ദ സെൻറ്റർ ആൻഡ് ഓൾ ദ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ഇൻ എ ഡെഫിനിറ്റ് പാത്ത്. ഇതാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ അദ്ദേഹത്തിൻ്റെ മോഡൽ അനുസരിച്ച്. അതിൽ ന്യൂക്ലിയസ് ആണ് നടുക്ക് കാണുന്നത്, സെൻട്രൽ പോർഷൻ ന്യൂക്ലിയസ്, ആൻഡ് ദിസ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് ഇൻ ദിയർ ഷെൽസ്. ഇതൊക്കെ ഷെൽസ് ആണ് ഈ കാണപ്പെടുന്നത്. നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ഷെൽസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. സോ ഈ ഒരു കമ്പാരിസണെയാണ് നമ്മൾ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. പ്ലാനറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് അതിന് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ ടു റിമെമ്പർ. ജസ്റ്റ് റിമെമ്പർ അബൌട്ട് ദ സോളാർ സിസ്റ്റം. ജസ്റ്റ് കമ്പയർ ദിസ് തിങ് വിത്ത് സോളാർ സിസ്റ്റം. Sun is at the center, planets are revolving in orbits. Here nucleus is at the center and electrons are revolving. Rutherford's model has some limitations. അദ്ദേഹത്തിൻ്റെ ഈ മോഡലിന് കുറച്ച് ഡ്രോബാക്സ് അല്ലെങ്കിൽ പരിമിതികളുണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കാം. Rutherford was telling that these electrons are revolving around the nucleus in their shells. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ gradually they will lose their energy and they will be collapsing into the nucleus. Because nucleus is also having an attraction towards the electron. ഒരു centripetal force of attraction already അവിടെ ഉണ്ട്. Nucleus is applying a centripetal force of attraction on the electrons. ഇലക്ട്രോൺസിൻ്റെ മുകളിൽ ഒരു അട്രാക്ഷൻ ന്യൂക്ലിയസിനുണ്ട്, അതിന് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വെൻ ദ ഇലക്ട്രോൺ ഇസ് റിവോൾവിംഗ് ഫോർ എ ലോങ് ടൈം ഇറ്റ് വിൽ ലോസ് ഇറ്റ്സ് എനർജി ആൻഡ് ഗ്രാജുവലി ഇറ്റ് വിൽ ബി കമ്മിങ് ആൻഡ് കൊളാപ്സിങ് ഇൻ ടു ദ ന്യൂക്ലിയസ്. അങ്ങനെയായിരിക്കും എന്തായിരിക്കും ആറ്റത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലും ഡിസ്കാർഡ് ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. സോ അക്കോർഡിംഗ് ടു റൂതർഫോർഡ്സ് മോഡൽ ഓഫ് ദിസ് ആറ്റം കനോട്ട് എക്സിസ്റ്റ്. ആറ്റം വിൽ ഗ്രാജുവലി ഡിസ്ട്രോയിങ് ഓർ ഇറ്റ് വിൽ ബി കൊലാപ്സിങ്. ഇവിടെ അത് നമുക്ക് കാണാം ഇലക്ട്രോൺസ്, ഹൗ ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ആൻഡ് ദിസ് ഇസ് ദ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ലിമിറ്റേഷൻ ഓഫ് റൂതർഫോർഡ്സ് ആറ്റം മോഡൽ. റൂതർഫോർഡിൻ്റെ മോഡലിൻ്റെ ലിമിറ്റേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പിക്ചറാണിത്. നിങ്ങൾക്ക് കാണാം ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ആൻഡ് ഫൈനലി ഇറ്റ് വിൽ ബി കമ്മിങ് ആൻഡ് കൊലാപ്സിങ് ഇൻ ടു ദ ന്യൂക്ലിയസ്. So this is not happening. We know that atom is not destructed in this way. So
this model was discarded. The next model that we are going to study is Bohr's model. This is Niels Bohr, born in 1710 1885 and died in 1811 1962. നീൽസ് ബോറിൻ്റെ സ്ട്രക്ചറിനെയാണ് ബോസ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ഈ ബോസ് മോഡൽ ഓഫ് ആറ്റം അത് തികച്ചും റൂത്തർഫോർഡിൻ്റെ മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളായിരുന്നു. റൂത്തർഫോർഡിൻ്റെ മോഡലിനെ ബേസ് ചെയ്ത് അതിൽ കൂടുതൽ സ്റ്റഡീസ് നടത്തിയിട്ടാണ് ബോസ് തൻ്റെ മോഡൽ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെങ്കിൽ, അദ്ദേഹം ഇതിന് ഈ ഒരു ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ഓർബിറ്റ്സ് എന്ന പേര്, അതായത് ഈ ഒരു സഞ്ചാരപഥത്തിന് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന പഥത്തിന് അദ്ദേഹം ഓർബിറ്റ്സ് എന്ന പേരും കൊടുത്തു. ആൻഡ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേറ്റ്സ് എന്താണെന്ന് നോക്കാം. അദ്ദേഹമാണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു യൂസ്ഡ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിച്ചത്. റൂത്തർഫോർഡിൻ്റെ മോഡലിൽ കൂടുതൽ സ്റ്റഡി നടത്തിയിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിച്ചത് ബോസ് മോഡലിനായിരുന്നു. Let's now we can see what are the major postulates or major ideas of this Bohr's model. അദ്ദേഹത്തിൻ്റെ മോഡലിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. First postulate is that electrons revolve around the nucleus of an atom in a fixed path called orbits or shells. അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സഡ് പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അദ്ദേഹം ഒരു പേര് ഇട്ടു, ഓർബിറ്റ്സ്. And these electrons in each shell have a definite energy. Hence shells are also called energy levels. പിന്നീട് അദ്ദേഹം പറഞ്ഞതാണ്, ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന ആ ഓരോ വഴിക്കും ഓരോ ഭ്രമണ സഞ്ചാരപഥത്തിനും ഒരു പ്രത്യേക എനർജി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സഞ്ചാരപഥങ്ങളെ അദ്ദേഹം എനർജി ലെവൽസ് എന്ന് പറഞ്ഞു. ഓർബിറ്റ്സിനെ അദ്ദേഹം എനർജി ലെവൽസ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഓർബിറ്റ്സ് എനർജി ലെവൽസ് എന്നറിയപ്പെടുന്നത്? ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ഓർബിറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. The electrons which are revolving in this orbits are possessing a certain amount of energy. ഈ ഓർബിറ്റ്സിലൂടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് എനർജി ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഓർബിറ്റ്സിനെ എനർജി ലെവൽസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഷെൽസിനെ എനർജി ലെവൽസ് എന്ന് പറഞ്ഞു. ആസ് ലോങ് ആസ് ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ്സ് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഒരു ഇലക്ട്രോൺ എത്ര സമയത്തോളം ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടോ അത്രയും സമയം അതിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. ഇറ്റ് വിൽ ബി പെർമനൻറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ടൈം. അല്ല, നമ്മളൊരു ഇലക്ട്രോൺസ് ആ ഒരു സഞ്ചാരപഥം വിട്ട് വേറൊരു സഞ്ചാരപഥത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ എനർജി മേ ചേഞ്ച്. ഇറ്റ് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ്. ബട്ട് ആസ് ലോങ് ആസ് ഇറ്റ് സ്റ്റേ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ എനർജി ലെവൽ, ദ എനർജി വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. Next one, the energy of the shells increases as the distance from the nucleus increases. Here it is says that the energy of the shell increases as the distance increases. Suppose this is a nucleus, okay, and this is one energy level, this is another energy level, another one, it goes on like that. So എനർജി ഓഫ് ദ ഷെൽ ഇൻക്രീസസ്. ഈ ഒരു ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ അതായത് അതിൻ്റെ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഫ് ദിസ് ഇസ് ദ ന്യൂക്ലിയസ്, ഇറ്റ് ഇസ് ടേക്കൺ ആസ് ദ ന്യൂക്ലിയസ്. ഇഫ് എൻ ഇലക്ട്രോൺ ഇസ് സ്റ്റേയിങ് ഹിയർ, ഇറ്റ് ഇസ് ക്ലോസ് ടു ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ അടുത്താണ് ഇലക്ട്രോൺ ഉള്ളത്. ഈ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് കൂടുതൽ അകലത്തിലാണ്, ഇത് കുറച്ചുകൂടി അകലത്തിലാണ്. പിന്നെ അകലം കൂടുന്തോറും അവർക്കുള്ള എനർജിയും കൂടിക്കൊണ്ടേയിരിക്കും. ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ nucleus increases. As the distance from the nucleus increases, the electrons possess higher and higher energy. Their energy also increases. അപ്പോൾ ഒരു ന്യൂക്ലിയസിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിനാണോ അല്ലെങ്കിൽ അകലെയുള്ള ഇലക്ട്രോണിനാണോ കൂടുതൽ എനർജി ഉണ്ടാവുക? യെസ്, ഡെഫിനറ്റ്ലി അകലെയുള്ള ഇലക്ട്രോണിനായിരിക്കും കൂടുതൽ എനർജി ഉണ്ടായിരിക്കുക. ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്, their energy also increases. The final postulate is that the shells around the nucleus can be numbered from the near the nucleus as 1, 2, 3, 4 or k11. അത് നമ്മളിനി അതിന് നെയിം ചെയ്യാൻ പോകണം. ഓരോ ഓർബിറ്റ്സിന് അല്ലെങ്കിൽ ഓരോ ഷെൽസിന് നെയിം ചെയ്യാൻ പോകണം. ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ന്യൂക്ലിയസിന് ഏറ്റവും അടുത്ത് കിടക്കുന്നതിനെ നമ്മൾ കെ എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇത് എൽ. നെക്സ്റ്റ് വൺ ഇസ് എം ആൻഡ് ദിസ് ഇസ് എൻ. ലൈക്ക് ദാറ്റ് ഇറ്റ് ഗോസ് ഓൺ. Or else we can use 1, 2, 3, 4. 1, 2, 3, 4. ഏറ്റവും അടുത്ത് കിടക്കുന്നത് ക്ലോസസ്റ്റ് ഓർബിറ്റിന് നമ്മൾ കെ അല്ലെങ്കിൽ 1 എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. നെക്സ്റ്റ് വൺ വിൽ ബി എൽ, ക്യാപിറ്റൽ ലെറ്റർ എൽ ഓർ 2. The next one, third one is capital letter M or 3. The fourth one is capital letter L or 4, and so on it continues.
ഇങ്ങനെ ഒരു ഡെസിഗ്നേഷനും അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചർ വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബോസ് ആറ്റോമിക് മോഡലിൻ്റെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹം ഓരോ ഓർബിറ്റ്സിനെ അല്ലെങ്കിൽ ഷെൽസിനെ അദ്ദേഹം എനർജി ലെവൽസിനെ KLMN എന്ന അക്ഷരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 1 2 3 4 എന്ന ലെറ്റേഴ്സ് കൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് നമ്മൾ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ, ആറ്റം ആസ് എ ഹോൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പഠിച്ചു. കാരണം ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് അത്. പിന്നെ നമ്മൾ പഠിച്ചത് റൂത്തർഫോർഡ്സിൻ്റെ മോഡലായിരുന്നു. അദ്ദേഹം ഒരു സോളാർ സിസ്റ്റത്തിന് വെച്ച് കമ്പയർ ചെയ്യുകയാണ് ചെയ്തത്. അതിൽ സെൻട്രൽ പോർഷൻ ഇസ് അറ്റ് ന്യൂക്ലിയസ് ആൻഡ് ഓൾ ദി ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ദെയർ ഷെൽസ്. അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് വിൽ ഫൈനലി ലോസ് ദിയർ എനർജി ആൻഡ് കൊലാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസ്. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിന് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ലായിരുന്നു. സോ ദാറ്റ് മോഡൽ ഓൾസോ ഡിസ്കാർഡഡ്. ആൻഡ് നെക്സ്റ്റ് വീക്ക് കെയിം ടു ദ ബോസ് മോഡൽ. നീൽസ് ബോറിൻ്റെ ബോർ മോഡലായിരുന്നു. നീൽസ് മോഡലായിരുന്നു കൂടുതൽ നന്നായിട്ടുള്ളൊരു വ്യക്തമായ എക്സ്പ്ലനേഷൻ കൊടുത്തത് അറ്റോമിക് സ്ട്രക്ചറിന്. അദ്ദേഹത്തിൻ്റെ മോഡൽ പ്രകാരം ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ്സിലൂടെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈച്ച് ആൻഡ് എവറി ഇലക്ട്രോൺ വിൽ ബി ഹാവിങ് എ ഡെഫിനിറ്റ് എനർജി. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർബിറ്റ്സിന് എനർജി ലെവൽസ് എന്ന് പറയും. അത് ആ ഓരോ ഇലക്ട്രോൺസിൻ്റെയും എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും ആസ് ലോങ് ആസ് ഇറ്റ് റിമെയിൻസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഓർബിറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെ ഓരോ ഷെൽസിനെയും ഡെസിഗ്നേറ്റ് ചെയ്യാം. ഓരോ ഷെൽസിനെയും നമ്മൾ നെയിമിങ് ചെയ്തു. KLMN അല്ലെങ്കിൽ 1 2 3 4 എന്ന ഡിജിറ്റ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ നെയിം ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ആറ്റമിക് നമ്പറും മാസ് നമ്പറിനെയും കുറിച്ച് പഠിക്കുന്നതായിരിക്കും. സോ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. ടിൽ ദെൻ ബൈ ബൈ.